വെൽക്കം all of you. തൈമനാണ്. ഇത് Pharmacokinetics വീഡിയോ സീരീസിലെ നമ്മുടെ 16ാമത്തെ വീഡിയോ ആണ്. ആൻഡ് മെറ്റബോളിസത്തിലെ നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണ്. സോ പ്രോസ് ഓഫ് മെറ്റബോളിസം നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. നമ്മൾ ഇടയ്ക്ക് പ്രോഡക്ട്സും 2-3 എക്സാമ്പിൾസും പറഞ്ഞു നിർത്തിയായിരുന്നു. പക്ഷേ ഈ ഭാഗം കുറച്ചുകൂടി വിശദമാക്കി ഡിസ്കസ് ചെയ്യേണ്ടതുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം സെപ്പറേറ്റ് ആയിട്ട് വേറെ ഡിസ്കസ് ചെയ്തു. സോ വി ഡിസ്കസ് ഓൺലി പ്രോഡക്ട്സ് ഹിയർ. നമ്മളൊരു രോഗത്തിന് പറ്റിയൊരു മരുന്ന് കണ്ടെത്തുന്നു എന്ന് കരുതുക. പക്ഷേ ഈ മരുന്നിൻ്റെ ഫിസിയോ കെമിക്കൽ പ്രോപ്പർട്ടീസ്, ചില ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് അത്ര അനുയോജ്യമായി തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ മരുന്നിൻ്റെ ഗുണനിലവാരം കുറയ്ക്കാതെ ദോഷങ്ങൾ കുറയ്ക്കാനും അല്ലെങ്കിൽ ഗുണം തന്നെ വർദ്ധിപ്പിക്കാനും കഴിയുമെങ്കിൽ ആ മരുന്നിനെ നമ്മളൊരു പ്രോഡ്രഗ് ആക്കി മാറ്റും. സോ നമ്മൾ ബേസിക്കായിട്ട് 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു മരുന്നിനെ നമ്മൾ പ്രോഡ്രഗിലേക്ക് മാറ്റുന്നത്. ഒന്ന്, അൺഡിസൈറബിൾ ആയിട്ടുള്ള അൺഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് വല്ലതും ഉണ്ടെങ്കിൽ അത് മാറ്റണം. രണ്ടാമത് അൺഡിസൈറബിൾ ആകാം, അല്ലെങ്കിൽ ഇഫ് യു വാണ്ട് ടു ഇംപ്രൂവ് ദ ഫാർമക്കോകൈനറ്റിക് പാരാമീറ്റേഴ്സോ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സോ മാറ്റണം അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യണം. മൂന്നാമത് ഡെഫിനറ്റ്ലി ടു ഇംപ്രൂവ് ദ തെറാപ്യൂട്ടിക് എഫിക്കസി ഓർ എഫിഷ്യൻസി. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ ഒരു ഡ്രഗിനെ അതേ ഡ്രഗ് കൊടുക്കാതെ നമ്മൾ മറ്റൊരു ഡ്രഗ് അല്ലെങ്കിൽ പ്രോ ഡ്രഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറ്റുന്നത്. ഇത് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പല മാർഗങ്ങളുണ്ട്. ഒന്ന്, ബയോളജിക്കൽ മീൻസ് വി കൻ ഡു ദിസ്, ബയോളജിക്കൽ മീൻസ്. 2, ബൈ ഫിസിക്കൽ മീൻസ് നമുക്കിത് ചെയ്യാം. ഈ ഡ്രഗ്സിന്റെ റൂട്ട് മാറ്റുക അല്ലെങ്കിൽ ഫോർമുലേഷൻ മാറ്റുക തുടങ്ങിയവയെല്ലാം നമുക്ക് ചെയ്യാവുന്നത് ബയോളജിക്കൽ ആൻഡ് ഫിസിക്കൽ മീൻസ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബട്ട് നമുക്ക് രണ്ടാമത്തെ വേറെ മെത്തേഡ് ഉണ്ട്, ബൈ കെമിക്കൽ ഓൾട്ടറേഷൻ ഓർ കെമിക്കൽ മീൻസ്. ഇതിനകത്ത് ഈ ഡ്രഗിന്റെ കെമിക്കൽ അതിന്റെ രീതി തന്നെ മാറ്റുക, കെമിക്കൽ സ്റ്റേറ്റ് ഓഫ് ദ. സോ ഈ ഒരു കൺസെപ്റ്റ് ആണ് ആക്ച്വലി പ്രോഡ്രഗ്സ് എന്ന രീതിയിലേക്ക് നമുക്ക് ആ മരുന്നിനെ എത്തിക്കുന്നത്. സോ നമുക്ക് എന്തൊക്കെ മാറ്റാൻ പറ്റും? വി ക്യാൻ ഓൾട്ടർ ദ സോലിബിലിറ്റി. കെമിക്കൽ മാറ്റി കഴിഞ്ഞാൽ സോലിബിലിറ്റിയിൽ മാറ്റം വരുത്താം. ദെൻ ഇൻസ്റ്റെബിലിറ്റി കുറയ്ക്കാം. ഇഫ് ദ ഡ്രഗ് ഈസ് ഇൻസ്റ്റെബിലിറ്റി, കെമിക്കൽ ഇൻസ്റ്റെബിലിറ്റി നമുക്ക് മാറ്റാം. ദെൻ ഇൻസഫിഷ്യന്റ് ഓറൽ അബ്സോർഷൻ കുറവാണെങ്കിൽ അത് നമുക്ക് ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലാക്കാം. ദെൻ ഇഫ് ദ ഡ്രഗ് ഈസ് അണ്ടർഗോയിങ് ഹൈ ഫസ്റ്റ് പാസ് മെറ്റബോളിസം ഉണ്ടെങ്കിൽ നമുക്ക് അത് കുറയ്ക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ദെൻ ഇൻക്രീസ് ദ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമുക്ക് കെമിക്കൽ ഓൾട്ടറേഷൻ വഴി ചെയ്യാവുന്ന മാർഗങ്ങളാണ്. ദെൻ ഇൻക്രീസ് ദ പെർമിയബിലിറ്റി കൂട്ടാം, പെർമിയബിലിറ്റി ടു ദ ബ്ലഡ്. ഉദാഹരണം ബ്ലഡ് ബ്രെയിൻ ബാരിയർ ആണെന്ന് വിചാരിക്കുക. ദെൻ വി ക്യാൻ റെഡ്യൂസ് ദ ടോക്സിറ്റി ഓൾസോ, ടോക്സിറ്റി വേണമെങ്കിൽ കുറയ്ക്കാം. ഓർ ഇപ്പം മരുന്ന് പുറത്തൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ലോക്കൽ ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ ക്യാൻ റെഡ്യൂസ് ദ ലോക്കൽ ഇറിറ്റേഷൻ. ആൻഡ് ഓവറോൾ ദ പേഷ്യന്റ് കംപ്ലയൻസ് എന്താ വെച്ചാൽ പേഷ്യന്റ് adhering to the physician's order ആണ് കംപ്ലയൻസ്. സോ ഇതെല്ലാം നമുക്ക് കൂട്ടാനായിട്ട് we can use this chemical mean, and actually these all are our goals to make a drug into a പ്രോഡ്രഗ്. ഒരു പ്രോഡ്രഗ് ആക്കി മാറ്റാനായിട്ടുള്ള നമ്മുടെ ഒരു ഐഡിയൽ, ഒരു പ്രോഡ്രഗ് ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മുടെ ഗോൾസ്, നമുക്ക് അറ്റൈൻ ചെയ്യേണ്ട ഗോൾസ് എല്ലാം ഇതാണ്. ഓക്കെ, സോ ഈ ഡ്രഗ് ആണ് നമ്മളൊരു പ്രോഡ്രഗ് കൺസെപ്റ്റിലേക്ക്, ഈ ചിന്തയാണ് നമ്മളൊരു പ്രോഡ്രഗ് കൺസെപ്റ്റിലേക്ക് നയിക്കുന്നത്. സോ ആ കൺസെപ്റ്റ് കൊണ്ടുവന്നത് അഡ്രിയൻ ആൽബർട്ട് ആണെന്നാണ് പല ബുക്കുകളിലൊക്കെ പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് പ്രോൺടോസിൽ എന്ന് പറയുന്ന സൾഫോണമൈഡ് ടൈപ്പ് ഓഫ് ഡ്രഗ്സ് ആണ് ആദ്യം വന്ന സൾഫോണമൈഡ് ഡ്രഗ് ആണ്. സോ നമുക്കറിയാം. സോ അതും ഒരു പ്രോഡ്രഗ് ആണ്. ദെൻ ക്ലോറാംഫെനിക്കോൾ പാൽമിറ്റേറ്റ് ആണ്, എനിക്ക് തോന്നുന്നത് ഏത് കമ്പനിയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, പാക്ഡൈവ്സ് ആണോ വേറെ ഏതെങ്കിലും ആണോന്ന് അറിയില്ല. സോ അതാണ് ടേസ്റ്റ് മാസ്ക് ചെയ്യാനായിട്ട് ക്ലോറാംഫെനിക്കോൾ പാൽമിറ്റേറ്റ് എസ്റ്റർ ആക്കി ആദ്യം മാർക്കറ്റിൽ കൊണ്ടുവന്നത് ക്ലോറാംഫെനിക്കോൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണ് ഒരു പ്രോഡ്രഗ്? സോ വി ഹാവ് ടു ഡിഫൈൻ നൗ. നമ്മൾ നൽകുന്ന ഒരു മരുന്നിന് ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് ഇല്ലാതിരിക്കുകയോ, നോ ഫാർമക്കോളജിക്കൽ ആക്ഷൻ, ഓർ ഉണ്ടെങ്കിൽ തന്നെ വളരെ വളരെ കുറവായിരിക്കണം, വെരി ലീസ്റ്റ് ഓർ നോട്ട് സിഗ്നിഫിക്കൻറ്റ് ഫാർമക്കോളജിക്കൽ ആക്ഷൻ. ആൻഡ് ദ ഡ്രഗ് ശരീരത്തിൽ വെച്ച് മാറ്റം വന്ന് ഇൻസൈഡ് ദ ബോഡി ദ ഡ്രഗ് ഹാസ് ടു ചേഞ്ച്, ദെൻ ഇറ്റ് ഷോസ് സം ഫാർമക്കോളജിക്കൽ ആക്ഷൻസ്. അപ്പോൾ അതിന് തെറാപ്യൂട്ടിക് എഫക്റ്റ് ഉണ്ടെങ്കിലാണ് നമ്മൾ അതിനെ പ്രോഡ്രഗ് എന്ന് വിളിക്കുന്നത്. സോ ദർ മസ്റ്റ് ബി എ കെമിക്കൽ ഓൾട്ടറേഷൻ ഉണ്ടായിരിക്കണം ശരീരത്തിൽ, എങ്കിൽ മാത്രമാണ് വി ക്യാൻ കൺസിഡർ ദ ഡ്രഗ് ആസ് എ പ്രോഡ്രഗ്. സോ മരുന്ന് ശരീരത്തിൽ എത്തുന്നത് വരെ താൽക്കാലികമായി മറ്റൊരു കെമിക്കൽ ഫോമിൽ ആയിരിക്കണം. ശരീരത്തിലെത്തിയാൽ അത് ആ ഫോം മാറി വേറൊരു ഫോമിലേക്കാകുകയും then it has to be pharmacologically active. So ശരീരത്തിൽ വെച്ച് something has to happen and there must be a change in the pharmacological behavior. So IUAPC
UPSC define ചെയ്യുന്നത് any compound that undergoes biotransformation എന്ന് വെച്ചാൽ metabolism, biotransformation, and this biotransformation reaction before exhibiting pharmacological effects. Before exhibiting its pharmacological effect, the drug has to undergo a biotransformation reaction. അങ്ങനെയുള്ള ഡ്രഗിനെയാണ് നമ്മൾ prodrug എന്ന് പറയുന്നത്. So any drug or any compound that undergoes biotransformation reaction before exhibiting pharmacological effects is a prodrug. ഇവരുടെ definition ആണ്. So prodrugs are inactive precursors of an active drug. Inactive precursor of active drug. Active drugന്റെ inactive precursor-നെയാണ് നമ്മൾ prodrug എന്ന് വിളിക്കുന്നത്. Or less significantly active than the released drug. വേറൊരു പേര് പറയാറുണ്ട് latentiated drugs എന്ന് നമ്മൾക്ക് വേണമെങ്കിൽ വിളിക്കാം. വേറെയും പല പേരുകളൊക്കെ ഉണ്ട് എങ്കിലും മോസ്റ്റ് ആപ്റ്റ് പേരുകൾ ഇതാണ്. സോ നമുക്കിവിടെ ഒരു ക്ലാസിക് എക്സാമ്പിൾ, നമ്മൾ പ്രോഡ്രഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പേരാണ് ലീവോഡോപ്പ, which is converted into dopamine. It cross the blood-brain barrier. Levodopa will cross the blood-brain barrier, then it converts into dopamine and exerts its effect. So we define prodrug. ഇനി നമുക്ക് കാണേണ്ടത് ഒന്ന് ഡിസൈൻ ഓഫ് പ്രോഡ്രഗ് ആണ്. രണ്ട് ടൈപ്സ് ഓഫ് പ്രോഡ്രഗ് കാണണം. ഇതിനൊക്കെ എക്സാമ്പിൾസ് കാണണം. ദെൻ ഓരോ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രോഡ്രഗ് കൊടുത്തത് അതിന് എക്സാമ്പിൾസ് വെച്ച്. സോ അവിടെ നമുക്ക് അത് തന്നെ സെയിം അഡ്വാൻറ്റേജസ് ഓഫ് പ്രോഡ്രഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. സോ നമുക്ക് ഡിസൈൻ പറയാം. സോ വെൻ വി ഡിസൈൻ പറയുമ്പോൾ വെൻ വി ഡിസൈൻ എ പ്രോഡ്രഗ്, സോ വി മസ്റ്റ് നോ വാട്ട് ആർ ദ ഐഡിയൽ റിക്വയർമെന്റ്സ് ഫോർ എ പ്രോഡ്രഗ്. എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു പ്രോഡ്രഗിന് ഐഡിയൽ ആയിട്ട് വേണ്ടത്, അല്ലെ? നമ്മളെപ്പോഴും ഐഡിയൽ എന്നുള്ളൊരു ക്യാരക്ടറിസ്റ്റിക് വെച്ചിട്ടാണ് സംസാരിക്കുക. സോ വാട്ട് ആർ ദ റിക്വയർമെന്റ്സ്? വൺ, ഐഡിയൽ ആയിട്ട് വേണ്ടത് മസ്റ്റ് ഹാവ് ലെസ് ഓർ നോ ഫാർമക്കോളജിക്കൽ ആക്ഷൻ ഓഫ് ഇറ്റ്സ് ഓൺ. സ്വന്തമായിട്ട് അതിന് ഫാർമക്കോളജിക്കൽ ആക്ഷൻ ഉണ്ടാവാൻ പാടില്ല. വിത്ത് ലെസ് ഇൻട്രിൻസിക് ഫാർമക്കോളജിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവാൻ പാടില്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെയധികം കുറവായിരിക്കണം, കമ്പയറബിൾ ആയിരിക്കാൻ പറ്റില്ല. രണ്ടാമത്തത് ബിക്കംസ് ആക്റ്റീവ് ഇൻസൈഡ് ദ ബോഡി ഓൺലി. ആക്റ്റീവ് ഇൻസൈഡ്, ശരീരത്തിൽ എത്തുമ്പോൾ വേണം അത് ആക്ടിവേറ്റഡ് ആകാൻ. ആൻഡ് ഇങ്ങനെ ആവുന്നത് ഇറ്റ് ഷുഡ് ബി ഫാസ്റ്റ്, അല്ലെ? ഇറ്റ് ഷുഡ് റാപ്പിഡ്ലി ട്രാൻസ്ഫോം ഫ്രം റാപ്പിഡായിട്ട് വൺ സ്റ്റേറ്റ്, ഇനാക്റ്റീവ് സ്റ്റേറ്റിൽ നിന്ന് ആക്റ്റീവ് സ്റ്റേറ്റിലേക്ക് മാറണം. ഓക്കെ, സോ ഇത് നമുക്ക് വേണമെങ്കിൽ എക്സെപ്ഷൻ കൊടുക്കാം. ഇഫ് യു നീഡ് എ ലോങ് ആക്ടിങ് ഡ്രഗ് ആണെങ്കിൽ ഇനാക്റ്റീവ് ആയിട്ട് അങ്ങനെ ഇരുന്നിട്ട് ആവശ്യമുള്ളപ്പോൾ മാത്രം ആക്റ്റീവ് ആയാൽ മതി. സോ അവിടെ നമുക്ക് ഷുഡ് സ്ലോലി ട്രാൻസ്ഫോം ഫ്രം inactive to active moiety എന്ന് പറയാം. Depends upon our need, but usually we say it should rapidly convert it into active form. മൂന്നാമത്തത് it should have two things, രണ്ട് കാര്യങ്ങൾ വേണം. It should have sufficient lipophilicity വേണം. എന്തിനാണ്? To cross the cell membrane, and also it should have sufficient hydrophilicity and lipophilicity. So both രണ്ടും ആവശ്യമാണ്. ഐഡിയൽ ഡ്രഗിനും ഇതൊക്കെ തന്നെയാണ് ആവശ്യം. ഓക്കെ, സോ ഹൈഡ്രോഫിലിസിറ്റി എന്തിനാണ്? ടു ട്രാൻസ്പോർട്ടഡ്, ടാർജറ്റിലേക്ക് എത്തിക്കാൻ ട്രാൻസ്പോർട്ട് ചെയ്യണം. അതിന് ആവശ്യമായിട്ടുള്ള ഹൈഡ്രോഫിലിസിറ്റി വേണം. ദെൻ നാലാമത്തത് ദ മെറ്റബോളിക് പ്രോഡക്റ്റ്. ഇങ്ങനെ ഉണ്ടാവുന്ന പ്രോഡക്ട്സ്, ബയോട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞിട്ടുണ്ടാവുന്ന മെറ്റബോളിക് പ്രോഡക്ട്സ് ഓർ മെറ്റബോളിക് ഫ്രാഗ്മെന്റ് ഷുഡ് ബി നോൺ ടോക്സിക് ആയിരിക്കണം. ബിക്കോസ് ഡ്രഗ് ചിലപ്പോൾ മെറ്റബോളിക് പ്രോഡക്ട്സ് നോൺ ടോക്സിക് ആയിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ പ്രോഡ്രഗ് ആയിട്ട് കൊടുക്കുമ്പോൾ അത് ടോക്സിക് മെറ്റബോളൈറ്റ് ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ അഗ്രി ചെയ്യാൻ പറ്റില്ല. സോ നോ ടോക്സിക് പ്രോഡക്റ്റ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് എയ്തർ ബൈ ദ ഓൾട്ടേർഡ് കെമിക്കൽ ഡ്രഗ് ഓർ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചേർത്തിട്ടുണ്ടെങ്കിൽ ബൈ ദ ആഡഡ് കോമ്പൗണ്ട്സ് ഫോർ കൺവേർട്ടിംഗ് ഇൻ ടു എ പ്രോഡ്രഗ്. സോ ഇത്രയും കാര്യങ്ങൾ വേണം സാധാരണ ഒരു ഐഡിയൽ പ്രോഡ്രഗിന് വേണ്ടി. സാധാരണ നമ്മളെപ്പോഴും ഒരു പ്രോമോയിറ്റി ആഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഡ്രഗ് ഇതാണെങ്കിൽ ഡ്രഗിന്റെ കൂടെ ഒരു പ്രോമോയിറ്റി കൂടി ചേർത്തിട്ടായിരിക്കും നമ്മൾ ഇനാക്ടിവേറ്റ് ചെയ്യുന്നോ ആക്ടിവേറ്റ് ചെയ്യാനോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ആൻഡ് ഡ്രഗും പ്രോമോയിറ്റിയും കൂടി കയറുന്നു, ശരീരത്തിനകത്തേക്ക് കൊടുക്കുന്നു, അത് സെൽ മെംബ്രെയിനിലേക്ക് കടക്കുന്നു. ദെൻ ഈ പ്രോമോയിറ്റി, ഇങ്ങനെ എന്തെങ്കിലും പ്രോമോയിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി സേഫ് ആയിരിക്കണം, റാപ്പിഡ്ലി എക്സ്ക്രീറ്റഡ് ആയിട്ടുള്ള സാധനമായിരിക്കണം കൊടുക്കുക. ആൻഡ് ഇറ്റ് ഷുഡ് ബി അപ്രോപ്രിയേറ്റ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഗിവൺ. ഇപ്പൊ തെറാപ്യൂട്ടിക് ട്രീറ്റ്മെന്റ് എന്തിനാണ് കൊടുക്കുന്നത്? ഇപ്പൊ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനുള്ള മരുന്നാണെങ്കിൽ ഇതിനകത്ത് ഒരുപാട് സോഡിയം ഉള്ളതാണെങ്കിൽ വി കനോട്ട് ഗിവ്, അത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. സോ ഷുഡ് ബി അപ്രോപ്രിയേറ്റ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഗിവൺ.
സോ ഇങ്ങനെയൊക്കെ കിട്ടാൻ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഒറിജിനൽ മരുന്നിൽ എന്തെങ്കിലും ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് ചില അഡീഷൻസ് നമ്മൾ ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് COH കാർബോക്സിലിക് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമുക്കതിനെ എസ്റ്റർ ആക്കാം, അല്ലെങ്കിൽ അമൈഡ് ആക്കാം, അല്ലെങ്കിൽ നമുക്ക് അസൈൽ ഓക്സി ആൽക്കൈൽ എസ്റ്റേഴ്സ് ആക്കാം. സോ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് എസ്റ്റർ ആക്കാം, അല്ലെങ്കിൽ ഈതർ ആക്കാം, ഇല്ലെങ്കിൽ ഫോസ്ഫേറ്റ് എസ്റ്റേഴ്സ് ആക്കാം. സോ ഇതേപോലുള്ള സാധനങ്ങളൊക്കെ ആക്കാൻ പറ്റും. ദെൻ ഇനി അമോണിയ NH2 ഗ്രൂപ്പ് അമീൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻ മേക്ക് ഇറ്റ് ദം അമൈഡ്സ് ആക്കാം, ഓർ കാർബമൈഡ്സ് ആക്കാം, അല്ലെങ്കിൽ ഇമീൻ കോംപ്ലക്സുകളാക്കാം. സോ ദീസ് ആർ തിങ്സ് വി ക്യാൻ ഡു. ഒരു മോഡിഫൈ ചെയ്താൽ മതി, ആ ഗ്രൂപ്പിനകത്തേക്ക് നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും വെച്ച് പിടിക്കുക. ഇല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നെ വെച്ച് പിടിപ്പിച്ചിട്ട് ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, സോ ധാരാളം മരുന്നുകളിൽ, ഏറ്റവും അധികം മരുന്നുകളിൽ നമ്മൾ ചെയ്യുന്നത് പാൽമിറ്റേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യില്ല, പാൽമിറ്റേറ്റ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ സക്സിനേറ്റ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ അസറ്റേറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പുകൾ വെട്ടിച്ചേർക്കലാണ് സാധാരണ രീതിയിൽ പ്രോഡ്രഗുകളാക്കാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോഡ്രഗ്സ് എന്താണെന്ന് നോക്കാം. പ്രോഡ്രഗ്സ് എത്ര ടൈപ്പുകളുണ്ട്? സോ ആദ്യമേ ഞാൻ പറയാം, ദർ ഈസ് നോ ഒഫീഷ്യൽ ക്ലാസിഫിക്കേഷൻ. ഇതിനൊരു ഒഫീഷ്യൽ ക്ലാസിഫിക്കേഷനോ ഗ്രൂപ്പിംഗോ ഒന്നുമില്ല, ഒരു സൗകര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. ഫാർമക്കോളജി ബുക്കുകളിലും അല്ലെങ്കിൽ ബയോഫാം ബുക്കുകളിലൊക്കെ പല ബുക്കുകളിലും പല രീതിയിലാണ് ചെയ്യുക. ഒന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാവുന്നത് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 പ്രോഡ്രഗ്സ്. ടൈപ്പ് 1, ടൈപ്പ് 2 പ്രോഡ്രഗ്സ് എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. വേറെ രീതിയിലുള്ളത് ബയോപ്രിക്കേഴ്സേഴ്സ് എന്ന രീതിയിൽ ചെയ്യും. ബയോപ്രിക്കേഴ്സേഴ്സ്. ദെൻ എന്തെങ്കിലും കാരിയർ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാരിയർ ലിങ്ക്ഡ് പ്രോഡ്രഗ്സ്, പിന്നെ അല്ലെങ്കിൽ പോളിമറിക് പ്രോഡ്രഗ്സ്. ഇങ്ങനെ പല രീതിയിലാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യുക. ഓക്കെ, ഈ ടൈപ്പ് 1ഉം 2ഉം ടൈപ്പ് 1 ആൻഡ് 2 ചെയ്തിരിക്കുന്നത് ശരീരത്തിൽ എവിടെ വെച്ചിട്ടാണ് ഈ പ്രോഡ്രഗ് ആക്റ്റീവായിട്ട് മാറുന്നത് എന്നുള്ളത്. സോ ഇത് വെച്ചിട്ടാണ് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 പ്രോഡ്രഗ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ ഇതിനെ നമ്മൾ പറഞ്ഞു ടൈപ്പ് 1 ഡ്രഗ്സ്. ടൈപ്പ് 1 ഡ്രഗുകൾ എന്ന് പറഞ്ഞാൽ സെൽസിന്റെ അകത്ത് വെച്ചിട്ടാണ്. ഏത് സെൽസ് ആണോ സെൽസിന്റെ അകത്ത്, ഇൻസൈഡ് ദ സെൽ. ആൻഡ് ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഇൻസൈഡ് ദ സെൽ, ഇറ്റ് ഈസ് ഇൻ ദ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. അവിടെ എവിടെയെങ്കിലൊക്കെ വെച്ചിട്ട് ബ്ലഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ GI ഫ്ലൂയിഡ് ആയിരിക്കാം, വാട്ട് എവർ മേ ബി, ഇറ്റ് ഈസ് നോട്ട് ഇൻസൈഡ് ദ സെൽ. ഓക്കെ, ഇങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ. സോ ഇൻസൈഡ് ദ സെൽ വിൽ ബി ടൈപ്പ് 1 ആൻഡ് ഔട്ട്സൈഡ് ദ സെൽ വിൽ ബി ടൈപ്പ് 2. അവിടെ വെച്ചിട്ട് മാറുകയാണെങ്കിൽ. ഇനി ടൈപ്പ് 1 നമ്മൾ പറഞ്ഞു സെൽസിനകത്ത് വെച്ചിട്ട് ഇൻട്രാ സെല്ലുലർലി ആക്ടിവേറ്റഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇത് പല സ്ഥലങ്ങളിൽ വെച്ച് നടക്കാമല്ലോ. സോ ദിസ് ക്യാൻ ഹാപ്പൻ ഇൻ ദ ടാർഗറ്റ് സെൽ ഓർ ഇൻസൈഡ് ദ മെറ്റബോളിക് സെൽ. സോ ഏത് ടാർഗറ്റിലാണ് നമ്മൾ ഡ്രഗ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ ടാർഗറ്റ് സെല്ല് വെച്ച് നടക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ടൈപ്പ് 1A എന്ന് വിളിക്കാം. ഓർ സാധാരണ രീതിയിൽ ലിവറിലെത്തുമ്പോൾ മെറ്റബോളിക് ടിഷ്യൂസിലാണ്, ലിവർ ആണെന്ന് വിചാരിക്കാം, ലിവറിൽ വെച്ചിട്ടാണ് നടക്കുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ടൈപ്പ് 1B എന്ന് നമുക്ക് പേര് കൊടുക്കാം. സോ ടൈപ്പ് 1 ഇപ്പം നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം അസൈക്ലോവിർ എന്ന് പറയുമ്പോൾ ആൻറ്റി ഹെർപ്പസ് മരുന്നാണ്, ആൻറ്റിവൈറൽ മരുന്നാണ്. സോ അസൈക്ലോവിർ ബിക്കം ട്രൈഫോസ്ഫേറ്റ്, 3 ഫോസ്ഫേറ്റ് ഇങ്ങനെ വെച്ച് പിടിപ്പിക്കണം, ദെൻ ഓൺലി ഇറ്റ് വിൽ ബിക്കം ആക്റ്റീവ്. ഇത് നടക്കുന്നത് ഏത് ഇൻഫെക്റ്റഡ് സെല്ലിലാണോ ആ ഇൻഫെക്റ്റഡ് സെല്ലിലെ വൈറസിന്റെ സഹായത്തോടു കൂടിയായിരിക്കും ഇത് നടക്കുക. ഓക്കെ, സോ ഓൺലി ഹാപ്പൻസ് ഇൻ ദ ടാർഗറ്റ് സെൽ. അതാണ് ഒരു എക്സാമ്പിൾ. ദെൻ പിന്നെ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഇനി ടൈപ്പ് 1 അല്ലാതെ നടക്കുകയാണെങ്കിൽ സെല്ലിനകത്ത് വെച്ചിട്ട് തന്നെ നടക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞു. അത് ഉദാഹരണത്തിന് കാർബമൈസെപ്പിൻ. ഓക്കെ, കാർബമൈസെപ്പിൻ എന്ന് പറയുന്ന ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗ് ആണ്. ദെൻ ഇനലാപ്രിലായിട്ട് മാറ്റുന്നത്. ഇനലാപ്രിൽ എന്ന് പറയുന്ന ഡ്രഗ് മെറ്റബോളിക് പ്രോസസ്സിൽ വെച്ച് നടക്കുന്നതായിരിക്കും. ദെൻ ടൈപ്പ് 2ന്റെ ഉദാഹരണം സൾഫാസലാസിൻ. GI വെച്ചിട്ടാണ് നടക്കുക, GI ഫ്ലൂയിഡിനകത്ത് വെച്ചിട്ടാണ് നടക്കുക, എക്സ്ട്രാ സെല്ലുലറായിട്ട് നടക്കുന്നുണ്ട്. ദെൻ മെനി ഓഫ് ദ ആന്റി ക്യാൻസർ ഡ്രഗ്സ് ലൈക്ക് നൈട്രജൻ മസ്റ്റാർഡ്സ് എല്ലാം ഫ്ലൂയിഡ്സിനകത്ത് വെച്ചിട്ട് വാട്ടറുമായിട്ട് ചേരുമ്പോഴത്തേക്കുമാണ് അത് ഹൈലി റിയാക്റ്റീവ് ഇമോണിയം അല്ലെങ്കിൽ കാർബാമിനോ ഗ്രൂപ്പൊക്കെ ആയി മാറുന്നത്. ഓക്കെ, സോ ഇത് എക്സ്ട്രാ സെല്ലുലാർ അതെല്ലാം നമുക്ക് ടൈപ്പ് 2 നമുക്ക് പെടുത്താം. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ആദ്യത്തെ പറഞ്ഞത് ബയോപ്രിക്കേഴ്സേഴ്സ് എന്നാണ്.
പ്രിക്കേഴ്സേഴ്സ്. സോ ഇത് ശരിക്കും പ്രോഡ്രഗ് എന്ന് പറയുന്ന അതേ പേര് തന്നെയാണ്, ബയോ പ്രിക്കേഴ്സേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ടൈപ്പ് 1 ഡ്രഗുകളും ടൈപ്പ് 2 ഡ്രഗുകളും എല്ലാം തന്നെ മിക്കവാറും ബയോ പ്രിക്കേഴ്സേഴ്സ് ആണ്. ടാർജറ്റിൽ വെച്ച് നടക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലാർ ഫ്ലൂയിഡിൽ വെച്ച് നടക്കുന്നതായിരിക്കാം. സോ വാട്ട് എവർ ഇറ്റ് മേ ബി, ദീസ് മേ ബി ബയോ പ്രിക്കേഴ്സേഴ്സ് ആൻഡ് ദേ അണ്ടർഗോ സം ഓക്സിഡേഷനോ അല്ലെങ്കിൽ റിഡക്ഷനോ അല്ലെങ്കിൽ ഹൈഡ്രോളിസിസ് പോലെയുള്ള റിയാക്ഷൻസ് ഒക്കെ നടന്നിട്ട് ബിക്കം ആൻ ആക്റ്റീവ് ഡ്രഗ് ആകുകയാണെങ്കിൽ ദീസ് ഓൾ ആർ ബയോ പ്രിക്കേഴ്സേഴ്സ്. ലോട്ട് ഓഫ് എക്സാമ്പിൾസ്. ഇപ്പോൾ ഓക്സിഡേഷൻ ആണെങ്കിൽ ലാബോബെറ്റോൺ നമുക്ക് പറയാം, റിഡക്ഷൻ ആണെങ്കിൽ സൾഫസലാസിൻ നമുക്ക് പറയാം, ഫോസ്ഫോറിലേഷൻ വൈഡറാബിൻ നമുക്ക് പറയാം, വാലാസൈക്ലോവിർ ടു അസൈക്ലോവിർ നമുക്ക് പറയാം. ദെൻ ലീവോഡോപ്പ ടു ഡോപ്പമിൻ ബൈ ഡീകാർബോക്സിലേസ്. സോ ഇതെല്ലാം ബയോ പ്രിക്കേഴ്സേഴ്സ് ആണ്. രണ്ടാമത്തത് കാരിയർ മീഡിയേറ്റഡ് ഓർ കാരിയർ ലിങ്ക്ഡ് പ്രോഡ്രഗ്സ്. കാരിയർ ലിങ്ക്ഡ് പ്രോഡ്രഗ്സ്. സോ ഇവിടെ വി ആർ ആഡിങ് എ കാരിയർ ഗ്രൂപ്പ് or carrier molecule along with the drug. So if this is the drug, we are adding a carrier group. ഒരു കാരിയർ ഗ്രൂപ്പ് കൂടി മരുന്നിനൊപ്പം ചേർക്കുന്നുണ്ട്. ആൻഡ് ഈ മരുന്നായിട്ട് രണ്ടും കൂടി ചേർന്നിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക. സോ ഇത് സെൽ മെംബ്രെയിൻ ആണെങ്കിൽ ഇത് കടക്കുന്നു, അബ്സോർബ് ചെയ്യുന്നു. ദെൻ മെക്കാനിസം നടക്കുമ്പോഴത്തേക്കും ദിസ് ഡ്രഗ് വേറെ, കാരിയർ ഗ്രൂപ്പ് വേറെ. ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് ഡ്രഗ് മാത്രമായിരിക്കും മെക്കാനിസത്തിൽ പങ്കെടുക്കുക. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഡ്രഗുകളാണ് നമ്മൾ കാരിയർ മീഡിയേറ്റഡ് ഓർ കാരിയർ ലിങ്ക്ഡ് പ്രോഡ്രഗ്സ് എന്ന് പറയും. സോ മെയിൻ ആയിട്ട് ഇത് കൊടുക്കുന്നത് ലിപ്പോഫിലിസിറ്റി കൂട്ടാനാണ്. ലിപ്പോഫിലിസിറ്റി കൂട്ടിയാലാണ് സെൽ മെംബ്രെയിൻ കടക്കാൻ പറ്റത്തുള്ളൂ. സോ മെയിൻ കൺസേൺ ഈസ് ഫോർ ദിസ് ലിപ്പിഡ് സോലിബിലിറ്റി, ഇൻക്രീസ്ഡ് ലിപ്പിഡ് സോലിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് മിക്കവാറും കാരിയർ നമ്മൾ കൊടുക്കുക. ഇപ്പോൾ ക്ലാസിക് എക്സാമ്പിൾ നമ്മൾ ഒരെണ്ണം പറയുകയാണെങ്കിൽ ടോൾമെറ്റിൻ എന്ന് പറയുന്ന ഡ്രഗ്, ടോൾമെറ്റിൻ പ്ലസ് ഗ്ലൈസിൻ, ഒരു അമിനോ ആസിഡ് ആണ് ഗ്ലൈസിൻ. സോ ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ടു ഇൻക്രീസ് ദ ലിപ്പോഫിലിസിറ്റി. ടോൾമെറ്റിനൊപ്പം മറ്റൊരു സാധനം മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ. സോ ഇത് നമുക്ക് ഒരു ബൈപാർട്ടൈറ്റ് കാരിയർ ലിങ്ക്ഡ് പ്രോഡ്രഗ് എന്ന് നമുക്ക് വിളിക്കാം. ഇനി കാരിയർ ഗ്രൂപ്പിന്റെ കൂടെ വേറെ എന്തെങ്കിലും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ലിങ്കർ, ഒരു ലിങ്കർ കൂടി ഡ്രഗിനൊപ്പം ആഡ് ചെയ്യുകയാണെങ്കിൽ, ഇഫ് എ ഡ്രഗ് ഉണ്ട് അതിനിപ്പോൾ ഒരു ലിങ്കർ ആഡ് ചെയ്തിട്ടുണ്ട്, ദെൻ കാരിയർ ഗ്രൂപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഇറ്റ്സ് നോട്ട് എ ബൈപാർട്ടൈറ്റ്, ഇറ്റ്സ് എ ട്രൈപാർട്ടൈറ്റ് ടൈപ്പ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബെക്കാംബിസിലിൻ എന്ന് പറയുന്ന മരുന്ന് ഇറ്റ്സ് എ ട്രൈപാർട്ടൈറ്റ് പ്രോഡ്രഗ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മ്യൂച്വൽ പ്രോഡ്രഗിന് ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ പറയുന്നത് ബെനൈറോലേറ്റ് ആണ്. ഇറ്റ്സ് എ മ്യൂച്വൽ പ്രോഡ്രഗ് ഫോർ 2 കോമ്പൗണ്ട്സ്. വൺ ഈസ് ആസ്പിരിൻ ആൻഡ് സെക്കൻഡ് ഈസ് പാരാസെറ്റമോൾ. ആസ്പിരിനും ഉണ്ട് പാരാസെറ്റമോളും ഉണ്ട്. ശരീരത്തിലെത്തുമ്പോൾ ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആസ്പിരിനും ആവും പാരാസെറ്റമോൾ ആവും. സോ ഒറ്റ ഡ്രഗാണ് നമ്മൾ കൊടുക്കുന്നത്, ബട്ട് ഇറ്റ് ബിക്കംസ് ആസ്പിരിൻ ആൻഡ് ഓൾസോ പാരസെറ്റമോൾ ആൻഡ് എക്സേർട്സ് ഇറ്റ്സ് എഫക്ട്. ഇനി വേറൊരു ഡ്രഗ് ക്യാൻസറിന് ഉപയോഗിക്കുന്ന ഡ്രഗാണ് എസ്ട്രാമസ്റ്റിൻ എന്നാൽ പറയുന്നതിനേക്കാൾ ഈസ്ട്രാമസ്റ്റിൻ എന്ന് പറയാം, ബിക്കോസ് എസ്ട്രാ ഈസ് ഫോർ ഈസ്ട്രജൻ. സോ ഈസ്ട്രാഡയോളും മസ്റ്റീനും കൂടി ചേർന്നാണ്. ഓക്കെ, ഇതൊരു മ്യൂച്വൽ പ്രോഡ്രഗ് ആയിട്ട് പല ബുക്കുകളിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് പറയുന്നത് ഈസ്ട്രാഡയോളായിട്ട് മാറുന്നു, ദെൻ മസ്റ്റിൻ വേറെ ആവുന്നു. പക്ഷെ ആസ് പെർ ന്യൂ ഇത് പറയുന്നത് ദീസ് ടു, എസ്ട്രാമസ്റ്റിൻ ഇറ്റ്സെൽഫ് ആക്ടിങ് ആസ് എ മൈക്രോട്യൂബ്യൂൾ സ്റ്റെബിലൈസിങ് ഏജന്റ് എന്ന് പറയുമ്പോൾ വിൻക്രിസ്റ്റിനൊക്കെ ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ആന്റി ക്യാൻസർ ഡ്രഗ് ആയിട്ടാണ് ഇപ്പോൾ പറയുന്നത്. എങ്കിലും പല ബുക്കുകളിലും നൈട്രജൻ മസ്റ്റാർഡിന്റെ ആക്ഷനും ഉണ്ട്, ഈസ്ട്രോഡയോളിന്റെ ആക്ഷൻ ഉണ്ടെന്ന് കാണുന്നുണ്ട്. എങ്കിലും പക്ഷെ ദിസ് ഈസ് ദ ന്യൂവർ കൺസെപ്റ്റ്. അപ്പം അതുകൊണ്ട് അതൊരു മ്യൂച്വൽ പ്രോഡ്രഗിന് എക്സാമ്പിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് എൻ്റെ ഉത്തരം. നൗ ലെറ്റ്സ് സീ വേരിയസ് പ്രോഡ്രഗ്സ് യൂസ്ഡ് ഫോർ ഡിഫറെന്റ് വെറൈറ്റി ഓഫ് പർപ്പസ്. പല പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതിന്റെ ഓരോന്നോരോ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാം. 1. ഇൻക്രീസിങ് സോലിബിലിറ്റി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് ഉള്ള പ്രോഡക്റ്റ്, ഓർ നമുക്ക് ഡിക്രീസിങ് സോലിബിലിറ്റിയും ചിലപ്പോൾ വേണ്ടി വരും. സോലിബിലിറ്റി കൂട്ടൽ മാത്രമല്ല അവിടെ ലക്ഷ്യം, ലോങ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ അതും കൂടി ചേർത്ത് ഞാൻ പറയാം. അല്ലെങ്കിൽ ലോങ് ആക്ടിങ് ആക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കൊടുക്കുക. സോ സോലിബിലിറ്റി കൂട്ടലുണ്ട്, ചിലപ്പോൾ ലോങ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കൂട്ടാം. സോ ഡ്രഗ്സ് ആർ ആഡഡ് വിത്ത് ഹെമിസക്സിനേറ്റ് ചേർക്കാം, അല്ലെങ്കിൽ വെറുതെ സക്സിനേറ്റ് ചേർക്കാം, ഹെമിപ്താലൈറ്റ് ചേർക്കാം, മെറ്റാസൾഫോബെൻസോണേറ്റ് അങ്ങനെയുള്ള കോമ്പൗണ്ട് ചേർക്കാം. സോ ഇതെല്ലാം ചേർക്കുന്നത് ഇൻക്രീസിങ് ദ സോലിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ
സ്റ്റിറോയിഡൽ ഡ്രഗുകളിൽ മിക്കവാറും ഫോസ്ഫേറ്റ് ആഡ് ചെയ്യാറുണ്ട്. ഈ ഫോസ്ഫേറ്റ് ഒക്കെ ആഡ് ചെയ്യുന്നത് ഉദാഹരണം പ്രെഡ്നിസോളോൺ ഫോസ്ഫേറ്റ് ആക്കുന്നത് എന്തിനാ? ടു ഇൻക്രീസ് ദ സോലിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് സാധാരണ രീതിയിൽ ആഡ് ചെയ്യുന്നത്. പക്ഷേ സം എക്സാമ്പിൾസ്, ഉദാഹരണം മീഥൈൽ പ്രെഡ്നിസോളോൺ നമുക്ക് ഹെമിസക്സിനേറ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് അസറ്റേറ്റ് ഉണ്ടാക്കാം. ഹെമിസക്സിനേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻക്രീസ് സോലിബിലിറ്റി. സോ ദിസ് വിൽ ബി ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ. വൈൽ അസറ്റേറ്റ് ഫോം ആണെങ്കിൽ ലോങ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ. ഇത് ഒരു ദിവസം 3-4 നേരം കുത്തേണ്ടി വരികയാണെങ്കിൽ ദിസ് ഈസ് ഇനഫ് ഫോർ 2 വീക്ക്, 2 ആഴ്ചത്തേക്ക് മതിയാകും. ഓക്കെ, സോ നമ്മൾ പറയുന്നത് either it will be increasing the solubility or one can be used for to increase the long acting. Then chloramphenicol we will succinate ആക്കുന്നത് increasing the solubility കൂട്ടാൻ വേണ്ടിയിട്ടാണ്, succinate. Then haloperidol എന്ന് പറയുന്ന ആന്റിസൈക്കോട്ടിക് ഡ്രഗ് ആണ്, ടൈപ്പ് 1 ആന്റിസൈക്കോട്ടിക് ഡ്രഗ്. ഡെക്കനേറ്റ് ആക്കുന്നു, ഓക്കെ, ഇൻക്രീസിംഗ് ദ പീരീഡ്, കുറെ നേരം കൂടുതൽ ആക്ഷൻ. ദെൻ റെസ്പിരിഡോൺ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്, റെസ്പിരിഡോൺ ടൈപ്പ് 2 അല്ലെങ്കിൽ എട്ടിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക് ആണ്. അതിന്റെ ഒരു ഡെറിവേറ്റീവ് ആണ് ഇലോപെരിഡോൺ എന്ന് പറയുന്ന മരുന്ന് നേരത്തെ തന്നെ ആക്റ്റീവ് ആണ്, 3 to 4 months വരെയുള്ളതുണ്ടായിരുന്നു. നൗ ദ ഇലോപെരിഡോൺ പാൽമിറ്റേറ്റ്, നേരത്തെ പാൽമിറ്റേറ്റ് തന്നെയായിരുന്നു, പക്ഷെ ന്യൂ പാൽമിറ്റേറ്റ് ഇറ്റ് ഈസ് ഗുഡ് ഇനഫ് ഫോർ 6 months, 6 മാസത്തേക്ക് മുകളിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുത്താൽ മതി. സോ ഏറ്റവും ലോങ് ആക്ടിങ്, ഐ തിങ്ക് ദിസ് ഇസ് ദ മോസ്റ്റ് ലോങ് ആക്ടിങ് ആന്റിസൈക്കോട്ടിക്, ഇലോപെരിഡോൺ പാൽമിറ്റേറ്റ്. ഓക്കെ, ദെൻ ഈസ്ട്രാഡയോൾ സൈപ്പിയോണൈറ്റ് ആയിട്ട് കൊടുക്കാറുണ്ട്, വേറെയും പല സ്റ്റിറോയിഡ്സ് കൊടുക്കാറുണ്ട്. ദെൻ ഫ്ലൂഫെനാസിൻ ഓൾസോ ടൈപ്പ് 1 ആന്റിസൈക്കോട്ടിക് ആണ്, ഡെക്കനൈറ്റ്. ഓക്കെ, സോ ദീസ് ആർ സം ഓഫ് ദ എക്സാമ്പിൾ. പക്ഷേ ഇതൊന്നുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ ഞാൻ പറയാൻ പോകുന്നതാണ്, ദാറ്റ് ഈസ് ഫെനിറ്റോയിൻ ഈസ് നോട്ട് വാട്ടർ സോലുബിൾ, സോ വി വിൽ മേക്ക് ഇൻക്രീസിംഗ് ദ വാട്ടർ സോലുബിലിറ്റി, വി ഗീവ് ഫോസ്ഫെനിറ്റോയിൻ ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. ഫെനിറ്റോയിൻ കുത്തിവെച്ച് എന്താ പ്രശ്നം? ഫെനിറ്റോയിൻ നല്ലൊരു മരുന്നാണ്, പക്ഷേ IV ആയിട്ട് കൊടുക്കാൻ ഭയങ്കര പാടാണ്. കുത്തിവെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാവൈസേഷൻ സംഭവിക്കാം, ത്രോംബോഫ്ലബൈറ്റ് സംഭവിക്കാം, ബ്ലഡ് വെസൽ ഡാമേജ് ഉറപ്പാണ്. സോ ഇഫ് യു ഗീവ് ഫോസ്ഫെനിറ്റോയിൻ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാം. ഇറ്റ് ഈസ് ഹൈലി സോലുബിൾ, സോലുബിലിറ്റി കണക്ക് പ്രകാരം 7000 times more soluble than phenytoin, and also it is highly short acting 15 മിനിറ്റിൽ താഴെ ആക്ഷൻ ഉള്ളൂ. And by the time it will be converted into phenytoin, then it will be long acting, phenytoin ആക്ഷൻ കിട്ടുകയും ചെയ്യും. Okay, and how phosphenitoin is converted to phenytoin? By blood phosphatases present in the blood will convert phosphenitoin to phenytoin. So this is a classic example for increasing the solubility. Now another purpose of this prodrug, ഒന്ന് gastric stability കൂട്ടുക, GI stability കൂട്ടുകയോ അല്ലെങ്കിൽ GI irritation കുറയ്ക്കുകയോ ചെയ്യുക, ഈ 2 ലക്ഷ്യമായിട്ട്. സോ GI രണ്ടും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ ഒരുമിച്ച് ചേർത്ത് മാത്രമേ ഉള്ളൂ. 1 എറിത്രോമൈസിൻ ആന്റിബയോട്ടിക് ആണ്, നമുക്കറിയാം. എറിത്രോമൈസിൻ ഗിവൺ ആസ് ഈഥൈൽ സക്സിനേറ്റ് ആണെങ്കിൽ ഇൻക്രീസ്ഡ് ആസിഡ് സ്റ്റെബിലിറ്റി. പെൻസിലിൻ V വേണമെങ്കിൽ നമുക്ക് എഴുതാം, പെൻസിലിൻ V ഈസ് ഇൻക്രീസ്ഡ് ആസിഡ് സ്റ്റെബിലിറ്റി ഉണ്ട്. ദെൻ GI ഇറിറ്റേഷൻ കുറയ്ക്കാൻ നമുക്ക് എഴുതാവുന്നത് എക്സാമ്പിൾ, GI ഇറിറ്റേഷൻ കുറയ്ക്കാൻ നമുക്ക് ഡൈഈഥൈൽ സ്റ്റിൽബെസ്ട്രോൾ നമുക്ക് ഫോസ്ഫെസ്ട്രോൾ ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ടു റിഡ്യൂസ് ദ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ. ദെൻ നിക്കോട്ടിനിക് ആസിഡ് എന്തിനാ യൂസ് ചെയ്യുക? നിക്കോട്ടിനിക് ആസിഡ് ഇറ്റ്സ് എ ഹൈപ്പോലിപ്പിഡമിക് ഡ്രഗ് ആണ്. ഹൈപ്പോലിപ്പിഡമിക് ഡ്രഗ് നമ്മൾ നിക്കോട്ടിനിക് ആസിഡ് ഹൈഡ്രസൈഡ് ആയിട്ട് കൊടുത്താൽ മതി. അനദർ ഈസ് ഫോർ ഇൻക്രീസ്ഡ് അബ്സോർഷൻ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമായിട്ട് നമ്മൾ പ്രോഡ്രഗ്സ് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾസ് ആർ പിവാംബിസിലിൻ, ബെക്കാംബിസിലിൻ, ദെൻ ടെലാംബിസിലിൻ. ഇതെല്ലാം കൺവേർട്ടഡ് ടു ആംബിസിലിൻ ആയിട്ടാണ്. Then this also can be given to increase the distribution കൂട്ടാനും നമുക്ക് ഈ മെത്തേഡ് യൂട്ടിലൈസ് ചെയ്യാറുണ്ട് ഈ മരുന്നുകൾക്ക്. Then cefuroxime oxetil another ഇതാണ്. Then corticosteroid ആണെങ്കിൽ if the drug is a corticosteroid we can make them esterify ചെയ്യാം, അല്ലെങ്കിൽ acetate ആഡ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്ലൂസിനലോൺ അസറ്റോണൈഡ് ആക്കുക, അപ്പോഴത്തേക്കും അബ്സോർഷൻ കൂടുതലായിട്ട് കിട്ടും. Then വേറെ ഫേമസ് എക്സാമ്പിൾ ഇസ് ഡിപിവെഫ്രിൻ ആണ്. ഡിപിവെഫ്രിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോഡ്രഗ് ഫോർ അഡ്രിനാലിൻ ഓർ എപ്പിനെഫ്രിൻ. അഡ്രിനാലിന്റെ പ്രോഡ്രഗ് ആണ്. ദിസ് ഡ്രഗ് നമുക്ക് വേണ്ടത് കണ്ണിനകത്തേക്ക് കോർണിയൽ പെനിട്രേഷൻ കൂടുതൽ കിട്ടാം. സോ ഇൻക്രീസിംഗ് ദ കോർണിയൽ പെർമിയബിലിറ്റി ഇൻ ഗ്ലൂക്കോമയിലാണ് അത് കൊടുക്കുക. സോ വി വിൽ ഗിവ് ഡിപിവെഫ്രിൻ. സോ ഇതെല്ലാം അബ്സോർഷൻ കൂട്ടലാണ്, വയറ്റിൽ മാത്രമല്ല മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ അബ്സോർഷൻ കൂട്ടുക. Another and most obvious reason for making as a prodrug is increased bioavailability.
അവൈലബിലിറ്റി, ഡ്രഗിന്റെ ബയോ അവൈലബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ്. നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് അവിടെ എത്തുക. ഉദാഹരണത്തിന് വെലാസൈക്ലോവിർ ബയോ അവൈലബിലിറ്റി ഈസ് 55%. ബട്ട് അസൈക്ലോവിർ ആണെങ്കിലോ അസൈക്ലോവിറിന് ഏകദേശം 10 to 25%, മാക്സിമം അത്രയൊക്കെ ഉള്ളൂ ബയോ അവൈലബിലിറ്റി. സോ നമ്മൾ വെലാസൈക്ലോവിർ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു അസൈക്ലോവിർ ഇൻ ദ ലിവർ ആൻഡ് ഇറ്റ് വിൽ ബി ആക്റ്റീവ്. സോ മോർ ബയോ അവൈലബിലിറ്റി. ലീവോഡോപ്പ ഞാൻ എപ്പോഴും പറഞ്ഞു മടുക്കുകയാണ്. ലീവോഡോപ്പ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യില്ല. The drug will cross the blood brain barrier and then reach dopamine will be dopamine ആയിട്ട് ആക്ഷൻ നടക്കും. Then propranolol നമ്മൾ പഠിക്കുന്നത് എപ്പോഴും ഈ ഹൈ ഫസ്റ്റ് പാസ് മെറ്റബോളിസം അണ്ടർഗോ ചെയ്യുന്ന ഡ്രഗ് ആയിട്ടാണ് നമ്മൾ പഠിക്കുക. സോ ഇറ്റ് ഹാസ് ലെസ് ബയോ അവൈലബിലിറ്റി. സോ propranolol നമ്മൾ ഹെമിസക്സിനേറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബയോ അവൈലബിലിറ്റി കൂടുന്നുണ്ടായിട്ട് കാണുന്നു. 8 times more bio availability. Now another reason to make a prodrug is to decrease the toxicity കുറയ്ക്കുക എന്ന ലക്ഷ്യമുണ്ട്. or to increase the site specific action വർദ്ധിപ്പിക്കുക. Okay, example methotrexate is a anti-cancer drug. methotrexate with polylysine കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ it is toxic to cancer cellന് മാത്രം toxicity ഉണ്ടാക്കും. but normal cells will be spared. normal cellsന് വലിയ പ്രശ്നം വരുന്നില്ല. it will be spared. Okay, less toxic to normal cell. acyclovir is another example. acyclovir പറഞ്ഞു. acyclovirന്റെ ടാർഗറ്റ് സെൽ വൈറസ് ഇൻഫെക്റ്റഡ് സെല്ലുകളിൽ മാത്രമായിരിക്കും this will be converted into triphosphate ആയിട്ട് മാറുക. so and it is less toxic to other cells. so വൈറസിന്റെ സഹായം വേണം. okay, then to reach at the site of action, site specific action, another example for site specific action is sulfasalazine reduce ചെയ്തിട്ട് it will become sulfapiridine ആയിട്ട് മാറുന്നു. sulfapiridine and also the 5-acetyl salicylic acid 5-ASA ഇതാണ് അതിന്റെ ആക്റ്റീവ് ഫോം. ഇതിനെ കോളനിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമായിട്ടാണ് കൊടുക്കുന്നത്. okay, so the importance of this sulfapiridine combination is to make the 5-acetyl salicylic acid നെ കോളനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. then similar drugs like mesalazine then oxalazine. so ഇതെല്ലാം ആ അസുഖത്തിന് വേണ്ടി കൊടുക്കുന്നതാണ്. അസുഖത്തിന്റെ പേര് എനിക്കിപ്പോൾ കിട്ടുന്നില്ല. this is for ulcerative colitis. ulcerative colitis പോലുള്ള അസുഖങ്ങൾക്ക് കൊടുക്കുന്ന ഡ്രഗ് ആണ്. so it is to make the drug reach the colon. then ഇനി നമ്മൾ സാധാരണ എപ്പോഴും പറയുന്ന എക്സാമ്പിൾസ് ആണ്. to patient acceptability കൂട്ടുക. one is to improve the taste കൂട്ടുക. improve the taste or mask the unpleasant taste. so salival solubility കുറച്ചാണ്. to reduce the salival solubility കുറയ്ക്കുക. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ chloramphenicol as palmitate chloramphenicol palmitate ആയിട്ട് കൊടുക്കുന്നുണ്ട്. then clindamycin as palmitate കൊടുക്കാം. then triamcinolone as diacetate ester ആയിട്ട് കൊടുക്കുന്നത് improve the taste കൂട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. then reduce the pain at the injection, pain at injection അത് കുറയ്ക്കാനായിട്ട് ഉദാഹരണത്തിന് ക്ലിൻഡാമൈസിൻ എന്ന് പറയുന്ന ഡ്രഗ് ഫോസ്ഫേറ്റ് എസ്റ്റർ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ to reduce the site at injection, less painful than normal clindamycin. now let's see some more examples of the most commonly used prodrug എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരേണ്ട കുറച്ച് ഡ്രഗുകളുണ്ട്. ഒന്ന് ലീവോഡോപ്പ തന്നെയാണ്. okay, levodopa to dopamine. then proton pump inhibitors അല്ലെ, എല്ലാം തന്നെ omeprazole, lansoprazole അങ്ങനെയൊക്കെയുള്ള എല്ലാ മരുന്നുകളും. then fosphenytoin നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. fosphenytoin is another very important example. then acyclovir നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് ഡിസ്കസ് ചെയ്തു. acyclovir, velaciclovir അങ്ങനെയുള്ള ആന്റി വൈറൽസ്. then oseltamivir എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നോക്കണ്ട പ്ലീസ്. രണ്ടും കൂടി എഴുത്തും പറയലും കൂടി നടക്കുന്നില്ല. മൈക്കോഫിനോലേറ്റ് മൊഫെറ്റിൽ ഈസ് അനദർ ഇമ്മ്യൂണോസപ്രസന്റ് ഡ്രഗ് ആണ്. ദെൻ ലാറ്റാനോപ്രോസ്റ്റിന്റെ കൂടെ കുറച്ച് സാധനങ്ങൾക്ക് ചേർക്കാറുണ്ട്. ദെൻ ക്ലോപ്പിഡോഗ്രൽ ആന്റിപ്ലേറ്റ്ലെറ്റ് ഡ്രഗ് ആണ്. ദെൻ ലിസ്ഡെക്സാംഫെറ്റമിൻ is a prodrug for amphetamine. ദിവസം ഒരു നേരം കഴിച്ചാൽ മതി. so these are some of the very most famous examples for prodrugs. ഇനി നമുക്ക് എഴുതാനുള്ളത് കുറച്ച് advantages of prodrug.
ഒക്കെ നമ്മൾ പറഞ്ഞ അതേ എക്സാമ്പിൾസ് വാട്ട് എവർ എക്സാമ്പിൾസ് ഐ ഡിസ്കസ്ഡ്, ഇൻക്രീസ് സോലിബിലിറ്റി, അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ വീണ്ടും ആ ഹെഡിങ് മാത്രം എടുത്ത് എഴുതിയാൽ മതിയാകും. ഓക്കെ, സോ ഐ എം നോട്ട് ഡിസ്കസിങ് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ, പറഞ്ഞ് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. ദെൻ ഇനി വേറെയും ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രോ ഡ്രഗ് ഉപയോഗിക്കാം. സപ്പോസ് കോസ്റ്റ് കുറയ്ക്കാൻ, പ്രൈസ് ഓഫ് ദ ഡ്രഗ് വേണമെങ്കിൽ കുറയ്ക്കാം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണമെങ്കിൽ പ്രോ ഡ്രഗ് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ കാർബിമസോളിന് വളരെ വില കുറവാണ്. ഓക്കെ, മെത്തിമസോളിന് വില കൂടുതലാണ്. മെത്തിമസോൾ പല രാജ്യങ്ങളിലും മെത്തിമസോൾ ആയിരിക്കും ഉപയോഗിക്കുക, നമ്മൾക്ക് കാർബിമസോൾ, കെനിയോമെർക്കസോൾ ഒക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, വില കുറവാണ്. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടും പ്രോ ഡ്രഗ് ഡിസൈൻ ചെയ്തിട്ട് ഉപയോഗിക്കാം. നിർമ്മാണ രീതിക്കുള്ള കാര്യങ്ങൾ കൊണ്ടും നമ്മൾ വേണമെങ്കിൽ ഉപയോഗിച്ചേക്കാം. സോ അഡ്വാൻറ്റേജസ് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈനലായിട്ടൊന്ന് പറഞ്ഞേക്കാം. അഡ്വാൻറ്റേജ് ചോദിച്ചു കഴിഞ്ഞാൽ ടു ഇംപ്രൂവ് സോലബിലിറ്റി, ബെറ്റർ അവൈലബിലിറ്റി, ബയോ അവൈലബിലിറ്റി, ലോവർ സൈഡ് എഫക്ട്സ്, ലെസ് ടോക്സിക്, ഡിസേബിൾ pharmacokinetic parameters, increase duration of action, increase concentration at the site of action, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതാം. So that's all in this video. So now we have finished metabolic process. Now we have to see elimination. So from next video onwards pharmacokinetics ൽ നമ്മൾ elimination of drugs ആയിരിക്കും കാണുക. So thank you for watching.